നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കൊത്ത് ഇഡ്ഡലിയാണ്. നമുക്ക് ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് കൊത്ത് പൊറോട്ട പോലെയൊക്കെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഈ കൊത്ത് ഇഡ്ഡലിയും ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് വേണ്ടി 2 മുതൽ 4 മുട്ട വരെ എടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും വേണം. ഇതിന് വേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം. നിങ്ങൾക്ക് ഈ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയ്ക്ക് പകരം മുളക് പൊടി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇടണേ. ഇനി നമുക്ക് ആദ്യം ഈ ഇഡ്ഡലി ഇതേപോലെ ഓരോരോ പീസായിട്ട് എടുക്കാം. ഇത് കുറച്ച് വലിയ പീസാക്കി എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റിൽ ഇത് കൊത്തി കൊത്തി ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതേപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്ത് ഇഡ്ഡലി റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിൽ ഒരല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നാൽ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരല്പം കടുകും ജീരകവും കൂടെ താളിക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം, ചിക്കൻ മസാല പൗഡറും ചേർക്കാം. ഈ ഗരം മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാമേ. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ചിക്കൻ മസാല യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ഒരല്പം കൂടെ ഗരം മസാല ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്നും ഒരുപാടങ്ങ് സോഫ്റ്റ് ആയിട്ടൊന്നും പോകണ്ട. ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാവും നമുക്ക്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 or 4 മുട്ട ഒരു 4 ഇഡ്ഡലിക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയൊന്നും ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇഡ്ഡലി ചേർക്കുകയാണ് വേണ്ടത്. മുട്ട ഒരുപാട് കുക്കായി പോകാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ഇഡ്ഡലി ചേർക്കണം. ഇപ്പം നമുക്ക് ഇഡ്ഡലി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മസാല പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ എഗ്ഗും മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം ആവശ്യത്തിനൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ പാർട്ട് കൊത്തിയെടുക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചട്ടുകമോ ഒരു തവിയോ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൊത്തിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു
ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ കടയിലൊക്കെ പൊറോട്ടയൊക്കെ കൊത്തി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ചെയ്യുമ്പോഴും ഈ ഗ്ലാസ് വെച്ചിട്ട് കൊത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് എല്ലാം കൂടെ ബ്ലെൻഡായിട്ട് കിട്ടും, ഇതിൻ്റെ എല്ലാ ഫ്ലേവർ എല്ലാം കൂടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഇഡ്ഡലിയൊക്കെ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ച് കൊത്തിയെടുക്കാം. നമ്മളിതിങ്ങനെ കൊത്തി കൊത്തി എടുക്കുന്നതുകൊണ്ടാണ് ഇതിന് കൊത്തി ഇഡ്ഡലി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതൊക്കെ ആവശ്യത്തിനൊന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ലെമൺ ജ്യൂസ് ചേർക്കാം കേട്ടോ. ഞാനൊരു പകുതി നാരങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ പുളിപ്പ് ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾക്കിതിൻ്റെ പുളിപ്പ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ നാരങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് നാരങ്ങ ചേർത്തില്ലെങ്കിൽ ഒരല്പം ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗും നമ്മൾ കൊത്തി വെച്ച ഇഡ്ഡലിയെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം പെർഫെക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്ത് ഇഡ്ഡലി റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. നല്ല ഹെൽത്തിയുമാണ്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്